Hi friends, welcome back to our channel. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി. നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് കമ്പൽസറി ആയിരിക്കും. ആൻസർ എനി ഫോർ ആക്ടിവിറ്റീസ് ഫ്രം ആക്ടിവിറ്റി 2 to 6. 2 മുതൽ 6 വരെയുള്ളതിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. ആക്ടിവിറ്റി നമ്പർ 1 റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡ് ദ പോം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇഫ് യു ആർ ടയേർഡ് ആൻഡ് ഹാവ് നോട്ട് വോൺ, never stop for crying. All that's good and great is done just by patient trying. Though young birds in flying fall, still their wings grow stronger, and the next time they can keep up a little longer. Though the steady oak has known many a wind that bowed her, she has risen again and grown loftier and prouder. If by easy work you are beat, you who the more will prize you, gaining victory from defeat. That's the best and tries you. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പോം. ഇനി എന്താണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ റൈമിംഗ് സ്കീം ടു ദ ഫസ്റ്റ് 4 ലൈൻസ്. ഫസ്റ്റ് 4 ലൈൻസിൽ നിന്നും റൈമിംഗ് സ്കീം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ പോം നമുക്ക് ഒരു പാരഗ്രാഫ് പോലെയാണ് തന്നിട്ടുള്ളത്, പക്ഷെ പോം കറക്റ്റായിട്ട് പോമിൻ്റെ രീതിയിലായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് തരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് റൈമിംഗ് സ്കീം എന്ന് നമുക്ക് പറയാം. ABBB എന്നുള്ളതാണ്, അഥവാ ഇവിടുത്തെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വോൺ, ഡൺ, ക്രൈയിങ്, ട്രൈയിങ്. ഓക്കെ, അവിടെ ആ ഒരു കോമ ഇട്ടിട്ടുള്ളതാണ് ഓരോ ലൈന് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തേതിൽ ഇഫ് യു ഹാവ് ട്രൈഡ് ആൻഡ് ഹാവ് നോട്ട് വോൺ, അവിടെ വോൺ എന്നുള്ളതും ഓൾ ദാറ്റ്സ് ഗുഡ് ആൻഡ് ഗ്രേറ്റ് ഈസ് ഡൺ, അവിടെ ഡൺ, വോൺ അത് രണ്ടും ഒരു പെയറാണ്. അതുപോലെ തന്നെ ക്രൈയിങ്, ട്രൈയിങ് എന്നുള്ളതും ഒരു പെയറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് ദ ഡിസ്ക്രൈബിംഗ് വേർഡ് ഇൻ ദ പോം. ഇതിൽ ഏതാണ് ഈ പോമിൽ ഇല്ലാത്ത ഡിസ്ക്രൈബിംഗ് വേർഡ്? യങ്, വിക്ടറി, സ്റ്റഡി, ഗുഡ്. ഏതായിരുന്നു? വിക്ടറി എന്നതാണ് ഇല്ലാത്തത്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ സ്റ്റഡി ഓക്ക് ഡു ആഫ്റ്റർ ബീയിങ് ബൗഡ്. എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്ക്? ആഫ്റ്റർ ബീയിങ് എന്തായിരുന്നു? ആഫ്റ്റർ ബീയിങ് ബൗഡ് ദ സ്റ്റഡി ഓക്ക് റൈസസ് അഗെയിൻ ആൻഡ് ഗ്രോസ് ലോഫിയർ ആൻഡ് പ്രൗഡർ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? അവർ വീണ്ടും പൊങ്ങച്ചത്തോടു കൂടിയിട്ട് വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് ഗ്രോ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോർത്ത് വൺ, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോം. ഈ പോമിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വിക്ടറി ഫ്രം ഡിഫീറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഡിഫീറ്റിന് ശേഷമുള്ള ഒരു വിക്ടറി. ദെൻ ഫിഫ്ത്ത് വൺ, വാട്ട് ഈസ് ദ മെയിൻ മെസ്സേജ് ഇൻ ദ പോം. ഈ പോമിലെ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദീസ് എ മോട്ടിവേഷണൽ പോം. ഇതൊരു മോട്ടിവേഷണൽ പോമാണ്. ദ പോം ഗീവ്സ് ആസ് ദ മെസ്സേജ് ദാറ്റ് എവറി ഡിഫീറ്റ് മേക്ക് എസ് കാപ്പബിൾ ഓഫ് വിക്ടറി. എന്താണ്? ഒരു ഡിഫീറ്റിന് ശേഷം നമുക്കൊരു വിക്ടറി ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജാണ് ഇതിൽ തരുന്നത്. എംബ്രേസ് ഫെയിലിയർ ആൻഡ് യൂസ് ദം ആസ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ്. എന്താണ്? ഫെയിലിയറിൽ നിന്ന് നമ്മൾ എപ്പോഴും ഒരു പിടി മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു സക്സസ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. തിങ്ക് ഓഫ് യുവർ ഗോൾ ആൻഡ് ഡു നോട്ട് സ്റ്റോപ്പ് അൺടിൽ വി റീച്ച് ദ പീക്ക് ഓഫ് വിക്ടറി. എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ഗോളിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ഒരിക്കലും ആ ഒരു വിക്ടറിയിൽ എത്താൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശ്രമം സ്റ്റോപ്പ് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി നമ്പർ 2 ഒരു കോൺവെർസേഷൻ ആണ്. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. എന്താണ്? സാറ്റർഡേ ആഫ്റ്റർനൂൺ ആയിരുന്നു. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ബെർലിനിലെ ഒരു പാർക്കിൽ കാഫ്ക ഇങ്ങനെ നടക്കുകയായിരുന്നു. He met a girl who was crying because she had lost her favorite doll. അങ്ങനെ അവിടെ ഒരു കുട്ടി കരയുന്നതായിട്ട് കണ്ടു, ഒരു പെൺകുട്ടി. അവിടെ ചെന്നപ്പോൾ എന്താണ് മനസ്സിലായത്? അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോളിനെ അവൾക്ക് മിസ്സായി, നഷ്ടമായി. She met the girl who was in distress. ആ ഗേള് ഭയങ്കരധികം ഡിപ്രസ്ഡ് ആയിരുന്നു, വളരെ എന്താ പറയുക മൂടി ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ കാഫ്ക ആൻഡ് ദ ഗേൾ. അങ്ങനെ കാഫ്കയും ഗേളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് നിങ്ങളുടെ അടുത്ത് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ എഴുതാം? കാഫ്ക, ഹലോ മൈ ഡിയർ ഡോൾ, മൈ ഡിയർ ഫേവറേറ്റ് ഡോൾ. എന്താണ്? ഗേള് ഇങ്ങനെ പറയാണ്, എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഡോളിനെ നഷ്ടപ്പെട്ടു. സോറി, കാഫ്ക പറയാണ്, ഹലോ മൈ ഡിയർ വാട്ട് ആർ യു ഡൂയിങ് ഹിയർ. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് കാഫ്ക ചോദിക്കുകയാണ്. അപ്പോൾ ഗേള് പറയാണ്, ഐ ഹാവ് ലോസ്റ്റ് മൈ ഫേവറേറ്റ് ഡോൾ. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഡോളിനെ നഷ്ടപ്പെട്ടു. ഐ ആം സെർച്ചിങ് ഫോർ ഹെർ ഓൾ റൗണ്ട്. എല്ലായിടത്തും ഞാൻ അവളെ സെർച്ച് ചെയ്യാണ്. കാഫ്ക പറയാണ്, ഡോണ്ട് ക്രൈ, നീ കരയരുത്, ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം.
ഗേള് ഐ വാണ്ട് ടു ഗെറ്റ് ഹെർ ബാക്ക്, എനിക്കതിനെ തിരികെ കിട്ടണം. ഡിഡ് യു ഫൈൻഡ് ഹെർ, നിങ്ങൾ അവിടെ ഒന്ന് കണ്ടെത്തുമോ? കാഫ്ക പറയാണ് വി ടുഗെദർ വിൽ സെർച്ച് ഫോർ ഹെർ, നമുക്ക് രണ്ടുപേർക്കും കൂടെ അതിനെ സെർച്ച് ചെയ്യാം. ഗേൾ പറയാണ് ഐ എം അലോൺ വിത്തൗട്ട് ഹെർ, എന്താണ് അവളില്ല എങ്കിൽ, ആ റോളില്ല എങ്കിൽ ഞാൻ ഒറ്റക്കാണ്. ഷീ ഈസ് മൈ സോൾ കമ്പാനിയൻ, അവൾ എൻ്റെ എന്താണ് ഏറ്റവും അടുത്ത ഒരു കമ്പാനിയനാണ്. കാഫ്ക ഷുവർ ഓക്കെ യു വിൽ ഫൈൻഡ് ഔട്ട് വേർ ഷീ ഈസ്, നമുക്ക് ഫൈൻഡ് ചെയ്യാം അവൾ എവിടെയാണെന്ന്. അപ്പോൾ ഗേൾ പറയാണ് ഐ എം മച്ച് വെറീഡ്, ഐ ലവ്ഡ് ഹെർ എ ലോട്ട്, എന്താണ് ഞാൻ വളരെയധികം വെറീഡാണ്, ഞാൻ അവളെ വളരെയധികം സ്നേഹിക്കുന്നു. അപ്പോൾ കാഫ്ക പറയാണ് ഷീ ഓൾസോ മേ ബി ലുക്കിംഗ് ഫോർ യു, എനിക്ക് തോന്നുന്നത് ചിലപ്പം അവളും നിന്നെ ഇതുപോലെ നോക്കുമായിരിക്കും. വി വിൽ മീറ്റ് ഹെർ സൂൺ, നമുക്ക് രണ്ടുപേർക്കും കൂടെ അവരെ കണ്ടുപിടിക്കാം, നമുക്ക് അവളെ മീറ്റ് ചെയ്യാം. ഗേൾ പറയാണ് താങ്ക് യു അങ്കിൾ എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, ദെൻ ആക്ടിവിറ്റി നമ്പർ 3 ലെറ്റർ റൈറ്റിംഗ് ആണ്. യു വെർ ഇംപ്രസ്ഡ് ആഫ്റ്റർ ഹിയറിംഗ് ദ സ്റ്റോറി ഓഫ് ഹെലൻ കെല്ലർ, എന്താണ് ഹെലൻ കെല്ലറുടെ സ്റ്റോറി കേട്ടപ്പോൾ നമ്മൾ വളരെയധികം ഇംപ്രഷൻ ആയി. ഇമാജിൻ ദാറ്റ് യു റോട്ട് എ ലെറ്റർ ടു ഹെർ ടു നോ മോർ അബൌട്ട് ഹെർ. അപ്പോൾ എന്താണ് നമുക്ക് ആ ഇംപ്രഷൻ കിട്ടിയപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് അവളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലെറ്റർ എഴുതുകയാണ് അവൾക്ക് വേണ്ടിയിട്ട്. പ്രിപ്പയർ എ ഫ്രണ്ട്ലി ലെറ്റർ, അപ്പോൾ ആ ഒരു ഫ്രണ്ട്ലി ലെറ്ററാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ വേണം. അഡ്രസ്സ് ഉണ്ടായിരിക്കണം അല്ലേ, അഡ്രസ്സ് ഉണ്ടായിരിക്കണം, ഡേറ്റ് ഉണ്ടായിരിക്കണം, ഇതൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ഇവിടെ തന്നിട്ടുള്ളത് റോസ് വില്ല, ബ്രോഡ്വേ, കൊച്ചി. ഡേറ്റ് കൊടുക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. ദെൻ ഡിയർ ഹെലൻ കെല്ലർ, ഹെലൻ കെല്ലറിനാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. ഐ എം ഹാപ്പി ടു സേ ദാറ്റ് ഐ എം ഡീപ്ലി ഇംപ്രസ്ഡ് ബൈ വാട്ട് അവർ ടീച്ചർ ടോൾഡ് അസ് അബൌട്ട് യു, എന്താണ് ഞാൻ വളരെയധികം ഹാപ്പിയാണ്, വളരെയധികം ഡീപ്ലി ഇംപ്രസ്ഡ് ആണ് നിങ്ങളെ കുറിച്ചിട്ട് എൻ്റെ ടീച്ചർ പറഞ്ഞപ്പോൾ. ഐ വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്, എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ സക്സസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഐ എം ഷുവർ that it was young strong willpower that helped you overcome the hurdles in your life, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഈ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല ഒരു വിൽ പവർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിൽ പവർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതാണ് നിങ്ങളിതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. I am eager to know what promote you to become a world famous speaker and author, എന്താണ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സ്പീക്കറും ഓതറൊക്കെ ആയത്, അങ്ങനെ അതിലേക്ക് എങ്ങനെയായിരുന്നു നിങ്ങൾ പ്രൊമോട്ട് ചെയ്തിരുന്നത് എന്ന് അറിയാൻ വേണ്ടി എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. യുവർ ഹോപ്പ് ആൻഡ് ഓപ്റ്റിമിസം വിൽ ബി എ ട്രൂ ഇൻസ്പിറേഷൻ ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ, അടുത്തൊരു ജനറേഷന് നിങ്ങളെ ഒരു ആത്മവിശ്വാസം, ഓപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം എന്നൊക്കെ പറയില്ലേ, ആ ഒരു വിശ്വാസം എങ്ങനെയായിരുന്നു എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷനും കൂടിയാണ്. പ്ലീസ് റൈറ്റ് ടു മീ മോർ അബൌട്ട് യുവർ എഡ്യൂക്കേഷൻ, ലൈഫ്, കരിയർ, എന്താണ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ടും കരിയറിനെ കുറിച്ചിട്ടും എഡ്യൂക്കേഷനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എനിക്ക് ഒന്ന് എഴുതണം. ലെറ്റ് മീ ക്രാക്ക് മൈ പെൻ, ഞാൻ എൻ്റെ പെന്ന് അടക്കുന്നു അഥവാ ഞാൻ നിർത്തുന്നു എന്നാണ് അർത്ഥം. വിത്ത് ലവ്, എൻ്റെ സിഗ്നേച്ചർ റോസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ലെറ്റർ എഴുതേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ഇത് ലെറ്റർ എഴുതാനായിട്ട് വരും, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളോട് ഒരു സ്പീച്ച് പറയാൻ വേണ്ടി പറയും, ഹെലൻ കെല്ലറിൻ്റെ ലൈഫിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഇൻസ്പയർ ആയത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് സീക്വൻസ് ഇൻ ദ ഇവൻറ്റ്സ് ആണ്. താഴെ കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്, അതിന് കറക്റ്റ് ജംബിൾഡ് ഓർഡറിൽ അല്ലത് കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് വായിക്കാം. ഹിയർ ആർ സം ഇവൻറ്റ്സ് ഫ്രം ഹെലൻ കെല്ലർ സ്റ്റോറി, റീ അറേഞ്ച് ദം ഇൻ സീക്വൻഷ്യൽ ഓർഡർ, ഇത് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എഴുതണം. At 6 months, I piped out how day quickly, quite plainly. At 1 year old, I walked for the first time. I was a baby, insisting on imitating everything I saw. After a disturbed sleep, I woke up to darkness and silence. I was struck by illness, losing my eyes and ears forever. ഇത് എങ്ങനെയാണ് ആദ്യം വരേണ്ടത്? ഫസ്റ്റ് വരേണ്ടത് ഐ വാസ് എ ബേബി, ഞാൻ ബേബി ആയിരുന്നപ്പോൾ ഇൻസിസ്റ്റിംഗ് ഓൺ ഇമിറ്റേറ്റിംഗ് എവറിത്തിങ് ഐ സോ, ഞാൻ എന്താണോ കാണുന്നത് അതിനെയെല്ലാം ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അറ്റ് 6 months, എനിക്ക് 6 months ആയപ്പോൾ ഐ പൈപ്ഡ് ഔട്ട് ഹൗ ഡേ ക്വൈറ്റ് പ്ലെയിൻലി, ഞാനിങ്ങനെ ക്വൈറ്റ് ആയിട്ട് ഞാനിങ്ങനെ പറയും ഹൗ ഡേ യു ഡു എന്നാണ്, ഹൗ ഡേ എന്ന് ഞാൻ പറയുമായിരുന്നു. അറ്റ് 1 year old, എനിക്ക് 1 വയസ്സായപ്പോൾ ഐ വോക്ക്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഞാൻ ആദ്യമായിട്ട് നടന്നു. ഇറ്റ് വാസ് സ്ട്രക്ക് ബൈ ഇൽനെസ്, ലോസിങ് മൈ ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ, എന്താണ് എൻ്റെ ഇൽനെസ് കൊണ്ട് എൻ്റെ
കാതുകളും കണ്ണുകളൊക്കെ എന്നേക്കുമായിട്ട് എനിക്ക് നഷ്ടമായി. ആഫ്റ്റർ എ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്, എൻ്റെ ഒരു ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സ്ലീപ്പിന് ശേഷം ഐ വോക്കപ്പ് ടു ഡാർക്ക്നെസ് ആൻഡ് സൈലൻസ്, അതിന് ശേഷം ഞാൻ ഡാർക്ക്നെസ്സിലേക്കും സൈലൻസിലേക്കുമായിരുന്നു ഞാൻ നടന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എണീറ്റിരുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്റ്റോറി കറക്റ്റായിട്ട് അറിയാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റോറിയൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർ പോയി കാണാം. അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തത് ഡിസ്ക്രിപ്ഷൻ ആണ്. ദ ചൈൽഡ് ഇൻ ദ പോം ഫോറിൻ ലാൻഡ്സ് എൻജോയ് ദ സൈറ്റ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ട്രീ. നമുക്കറിയാം, നമ്മൾ പഠിച്ച ഒരു പോമാണ് ഫോറിൻ ലാൻഡ്സ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിൽ ആ കുട്ടി ആ ഒരു താഴേക്ക് നോക്കുമ്പോൾ ആ സൈറ്റ്സ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ, ട്രീയുടെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ. വാട്ട് ഡിഡ് ഷീ സീ, എന്താണ് അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്? റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ, അതിനെക്കുറിച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? ദ ചൈൽഡ് ഇൻ ദ പോം ക്ലിംസ് എ ചെറി ട്രീ ടു സീ വാട്ട് ഈസ് അറൗണ്ട് ഹെർ. ആ പെൺകുട്ടി ആ ഒരു ചെറി മരത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് നോക്കിയപ്പോൾ അവൾക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചു അല്ലേ. അവളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ അവൾ കണ്ടു. ഫ്രം ദ ടോപ്പ് ഓഫ് ദ ട്രീ, അതിൻ്റെ ടോപ്പിൽ കയറിയപ്പോൾ ഷീ സീസ് ഹെർ ഓൺ ഹൗസ് ആൻഡ് ഗാർഡൻ, അവളുടെ സ്വന്തം വീടും ഗാർഡനും ഒക്കെ അവൾ കണ്ടു. ആസ് വെൽ ആസ് ഹെർ നെയ്ബേഴ്സ് ഹൗസസ് ആൻഡ് ഗാർഡൻസ്, അതുപോലെ തന്നെ തൊട്ടുള്ള അയൽവാസികളുടെ വീടും ഗാർഡനും കണ്ടു. ഷീ സീസ് എ റിവർ, അവൾ ഒരു റിവർ കണ്ടു. എ റോഡ് ആൻഡ് ദ പീപ്പിൾ വാക്കിംഗ് ടു ദ ടൗൺ, അതുപോലെ തന്നെ ആളുകളൊക്കെ ടൗണിലേക്ക് നടക്കുന്നതും കണ്ടു. ഷീ സീസ് ദ ഫ്ലവർ ഗാർഡൻ ഫോർ ദ നെക്സ്റ്റ് ഹൗസ്, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വീടിൻ്റെ ഗാർഡനും കണ്ടു. ഷീ സീസ് ഇറ്റ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്, അവിടെ എന്താണ് ഫുള്ള് ഫ്ലവേഴ്സ് ആയിരുന്നു. ദ സൈറ്റ് ഓഫ് ദ ഡിംബ്ലിംഗ് റിവർ ബിസൈഡ്, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കൂടെ നല്ല ആഴത്തിലുള്ള ഒരു റിവർ പോകുന്നതായിട്ട് കണ്ടു. ആൻഡ് ദ ഇമേജ് ഓഫ് ദ ബ്ലൂ സ്കൈ റിഫ്ലക്റ്റഡ് ഇൻ ഇറ്റ്, അതുപോലെ തന്നെ അതിലെന്താണ് നമ്മുടെ സ്കൈ ഒക്കെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, ആ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എക്സൈറ്റ് ഹെർ, അതൊക്കെ കണ്ടപ്പോൾ അവൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി ഒരു എഡിറ്റിംഗ് ആണ്, ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. ദ എറേഴ്സ് ആർ അണ്ടർലൈൻഡ്, എറേഴ്സ് ഒക്കെ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ ABC എഴുതിയതാണ് എറേഴ്സ് ഉള്ളത്. ആഫ്റ്റർ ദ സെർച്ചിങ് ടു ഡാഷ് സം ടൈം കാഫ്ക പ്രിറ്റൻഡഡ് ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ അണ്ടർ ആൻ ബെഞ്ച് ഇൻ ദ പാർക്ക്. ഹി ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ. ഇതാണ് തന്നിട്ടുള്ള പാസേജ്. ഇവിടെ സെർച്ചിങ് ടു സം ടൈം അല്ലേ, സെർച്ചിങ് ടു കഴിഞ്ഞിട്ട് ഫോറും കൂടെ വേണം. സെർച്ചിങ് ടു ഫോർ എന്നാണ് വരേണ്ടത്. കാഫ്ക പ്രിറ്റൻഡഡ് ദാറ്റ് ഹി ഹാഡ്, അവിടെ എന്താണ് പ്രിറ്റൻഡഡ് എന്ന് എഴുതിയത് സ്പെല്ലിങ് കറക്റ്റ് അല്ല. ഓക്കെ, പ്രിറ്റൻഡഡ് എന്ന് വേണം. ഡി കഴിഞ്ഞിട്ട് വീണ്ടും ED എന്നും കൂടെ ചേർക്കണം. ദെൻ അതുപോലെ തന്നെ അണ്ടർ ആൻ ബെഞ്ച് എന്നാണ്, ആൻ ബെഞ്ച് അല്ല എ ബെഞ്ച് എന്നാണ് വേണ്ടത്. ഇൻ ദ പാർക്ക് ഈ ഗേവ്, അവിടെ എന്താണ് ദ പാർക്ക് എന്നുള്ളത് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞു. അപ്പോൾ ഹി എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ, അവിടെ H ക്യാപിറ്റൽ ആയിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. കോംപ്രിഹെൻഷൻ നമ്മൾ ഇതേ സെയിം കോംപ്രിഹെൻഷൻ അല്ല നമുക്ക് വരിക, അതുകൊണ്ടാണ് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അല്ലാതെ നോക്കാതെ ഇരുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.